ഞാൻ ഷിഹാബുദ്ദീൻ. ഞാൻ മുമ്പ് ഈ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു പച്ച കോഴിമുട്ട എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഞാനൊരു ശാസ്ത്ര സംബന്ധമായ കുറേ വിശകലനങ്ങൾ നിങ്ങളോട് തന്നിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും വരാൻ കാരണം എനിക്കതിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഞാനത് ഈ 2024 ഈ വർഷം തന്നെ അത് ഒരു ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ സ്റ്റാഫുണ്ട്, ഒരു റിട്ടയർഡ് ടീച്ചർ എന്നെ സഹായിക്കുന്നുണ്ട്, ഒരു ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ ഞാനത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്നത് സാധാരണ കാന്തം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭൂമിയിലെ ഗ്രാവിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും കാന്തം അതിലെ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളെ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നത് 2 ധ്രുവങ്ങളിലേക്കാണ് എങ്കിൽ ഇവിടെ ഭൂമിക്ക് ചുറ്റുമുള്ള വായു എന്ന് പറയുമ്പോൾ അന്തരീക്ഷം, വ്യത്യസ്ത ലെയറിലുള്ള അന്തരീക്ഷം ഒരു ഗോളാവസ്ഥയാണ്. ഈ ഗോളാവസ്ഥ എങ്ങനെയാണ് ഇലക്ട്രോണുകളെ ക്രമീകരിക്കുന്നത് എന്നും പരസ്പരം ലയിക്കാത്ത 2 മൂലകങ്ങൾ, ദ്രവ്യങ്ങൾ പരസ്പരം ലയിക്കാത്ത സാഹചര്യത്തിൽ ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെടുമ്പോൾ അത് പൂർണ്ണമായും ഗോളാകൃതി രൂപപ്പെടും. ഖരാവസ്ഥയിലുള്ളവർക്ക് അവയുടെ പാർട്ടിക്കിൾസ് തമ്മിൽ ചലനമില്ല, അതുകൊണ്ട് അവർക്ക് നിശ്ചയ രൂപമുണ്ട്. ദ്രാവകങ്ങളോ വാതകങ്ങളോ നിശ്ചയ രൂപമില്ലാത്ത ചലനമുള്ള ഘടകങ്ങളായതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെട്ടാൽ അകപ്പെട്ടത് ഗോളമാകും. ആ ഗോളത്തിൽ പ്രവേശിച്ച വസ്തുവിന്റെ ചലനമാണ് ഗ്രാവിറ്റി എന്നാണ് ഞാൻ പറയുക. അതായത് ഈ ഗോളവും ആ ഗോളത്തിലുള്ള ഇലക്ട്രോണുകളും ഈ വസ്തുവിലുള്ള ഇലക്ട്രോണുകളും റിപ്പൾസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള റിപ്പൾഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ചെലുത്തപ്പെടുന്ന എതിർ ദിശയിലേക്ക്, അഥവാ കുറവുള്ള ഫോഴ്സ് കുറഞ്ഞ ഭാഗത്തേക്ക് കൂടുതൽ ഫോഴ്സ് ചെലുത്തുന്നതിന് എതിരായി വസ്തു ചലിക്കുന്നതാണ് ഗ്രാവിറ്റി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ന്യൂട്ടൺ പറഞ്ഞതാണ് ശരി. വെയിറ്റ് ഈസ് ഫോഴ്സ്, അതായത് ഒരു വസ്തുവിന്മേൽ ചെലുത്തപ്പെട്ട അതിൻ്റെ ബലമാണ് അതിൻ്റെ ഭാരം എന്ന രീതിയിൽ ന്യൂട്ടൺ പറഞ്ഞതാണ് ശരി. ഐൻസ്റ്റീൻ പക്ഷേ സ്ഥലകാല സമയത്തിൻ്റെ വക്രത എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഐൻസ്റ്റീൻ്റെ തിയറി തന്നെ ഒരു വക്രത ആയിപ്പോയോ എന്ന് സംശയമുണ്ട്. കാരണം അതിൽ ഫോഴ്സ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഫോഴ്സാണ് സമ്മതിക്കുകയായിരുന്നെങ്കിൽ ഫോഴ്സിന്റെ നിർവചനങ്ങളിൽ തന്നെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നിന്നുള്ള ബലം എന്നാണ് ഫോഴ്സിനെ നിർവചിക്കുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ കർവേച്ചറിൽ എന്ത് ഫോഴ്സാണ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. അഥവാ വസ്തുക്കളുടെ ചലന സംബന്ധമായി ഒരു വസ്തു ചലിക്കുമ്പോൾ അതിന് നിർബന്ധമായും അതിനൊരു കാരണം ഫോഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന് കാരണം എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. തീർച്ചയായും ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിന് മാത്രമേ മറ്റൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാനാവൂ. അല്ലാതെ സമയത്തിനൊന്നും ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ശാസ്ത്രകാരന്മാരെ, നിലവിൽ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തങ്ങൾ ശരിയാണെന്ന് എന്നോട് തർക്കിക്കാൻ വരുന്ന ശാസ്ത്രകാരന്മാർ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിലെ ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്താണെന്ന് അവർ തെളിയിക്കണം. അവർക്ക് കഴിയില്ല. ഓക്കെ, ഇവിടെ എനിക്ക് വ്യക്തമായും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എനിക്ക് ആരുമായും സംവാദം നടത്താൻ കഴിയും. ഞാൻ ഇന്നതിന് പ്രാപ്തനാണ്. പഴയ കാലത്ത് കൂടുതൽ എനിക്ക് ഈ വിഷയങ്ങളും ടേംസും കാര്യങ്ങളും ഓരോ ടോപ്പിക്ക് വരുമ്പോൾ അതിലെ ടേംസ് ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് വ്യക്തമായും സംവദിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പ്രാപ്തനാണ്. എനിക്ക് ഏത് ചോദ്യങ്ങളെയും അറ്റൻഡ് ചെയ്യാനും അതിന് വ്യക്തമായ മറുപടി പറയാനും കഴിയും. അതായത് കാന്തം അതിൽ എങ്ങനെയാണോ കാന്തിക മണ്ഡലം രൂപപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ പരസ്പരം ലയിക്കാത്ത സാഹചര്യത്തിൽ ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെട്ടൊരു ഗോളമാകുന്ന അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ എന്താ പറയുക, ഏതൊരു ഗോളമായിക്കോട്ടെ, ഗോളം ആകുന്നുണ്ടെങ്കിൽ അതിലൊരു ഗോളകാന്തിക മണ്ഡലം ക്രിയേറ്റ് ആകുന്നു എന്നും അതിലകപ്പെട്ട ഒരു വസ്തു കാന്തം ചലിക്കുന്നത് പോലെ, കാന്തം ഇരുമ്പിനെ അട്രാക്ട് ചെയ്യും പോലെ ആ വസ്തു ചലിക്കുന്നു എന്നുമാണ് എൻ്റെ പുതിയ അപ്ഡേഷൻ. കാരണം ഇവിടെ ഫെറോ മൂലകങ്ങൾ, അതായത് ഫെറോ മാഗ്നറ്റിക് മൂലകങ്ങൾക്ക് അതിലെ ആറ്റങ്ങൾക്കും ഇലക്ട്രോണുകൾക്കും പ്രത്യേകത ഉണ്ട്.
അതിൽ പെയറാവാത്ത ഇലക്ട്രോണുകളാണ് രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ആറ്റങ്ങളിലും, അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതും പ്ലാസ്റ്റിക്കും എല്ലാം ഈ ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്ക് ചലിക്കുമ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗോളാവസ്ഥയിലാണ് ഈ കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത്. അത് രണ്ട് രൂപങ്ങളിലായിട്ടാണ്. അപ്പോൾ ഈ ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്ക് സാന്ദ്രത കൂടിയ വസ്തുക്കൾ ചലിക്കാൻ കാരണം, സാന്ദ്രത കൂടിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ന്യൂട്രോണിന്റെ സാന്നിധ്യം കൂടുതലുണ്ടാവും. പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും അപേക്ഷിച്ച് ന്യൂട്രോണിന്റെ സാന്നിധ്യം കൂടുതലുള്ള ഘടകങ്ങൾക്ക് സാന്ദ്രതയും കൂടും, വെയിറ്റും കൂടും. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ പുസ്തകം ഉടനെ ഇറങ്ങുന്നതായിരിക്കും. ഈ വർഷം മുഴുവൻ ഞാൻ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ എൻ്റെ സയന്റിഫിക് ജേർണലിലും ഇത് ഞാൻ പ്രസിദ്ധീകരിക്കും. നിങ്ങളിപ്പോൾ നിലവിൽ പറഞ്ഞ ഈ ശാസ്ത്രം ലോകം അംഗീകരിക്കാത്ത ശാസ്ത്രമാണ്, ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾ വിഭിന്നമായിട്ട് പറയണ നിങ്ങളുടെ ഈ കണ്ടുപിടുത്തത്തെ മറ്റുള്ളൊരു ശാസ്ത്രം ഇതിൽ അംഗീകരിക്കുന്നില്ല. അങ്ങനല്ല, നിലവിലുള്ള കാഴ്ചപ്പാടുകൾക്ക് വിഭിന്നമാണ് എന്നുള്ള ഒരു ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. എൻ്റെ പഠനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സൽ എഡ്യൂക്കേഷനാണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല ഞാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നിലവിലുള്ള പഠനങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആകർഷണം, വികർഷണം, ചലനം എന്നീ 3 പ്രതിഭാസങ്ങളാണ് പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക പ്രതിഭാസങ്ങൾക്കും കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെ ഒരു ടേംസ് ഉണ്ടാക്കി, അട്രാക്ഷൻ, മോഷൻ, റിപ്പൾഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നൊരു ടേംസ് ഉണ്ടാക്കി. അത് ആകർഷണം, വികർഷണം, ചലനം എങ്ങനെ ഒരു പ്രതിഭാസത്തിൽ പ്രതിഫലിക്കുന്നു എന്നതിനെ നിരീക്ഷിച്ചാൽ തന്നെ ആ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഷോർട്ട് കട്ട് പോലെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഇലക്ട്രോണുകളുടെ പ്രവർത്തനം, ഇലക്ട്രോണുകൾ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് കൈമാറ്റം ചെയ്യുക എന്ന് പറയുമ്പോൾ കൊടുക്കൽ വാങ്ങലാണ്. ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതേസമയം മറ്റൊരു ആറ്റത്തിനെ റിസീവ് ചെയ്യുന്ന രീതിയിലാണ് ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്തു പോവുക. ഈ കൈമാറ്റം ആദ്യം സൂര്യനിൽ നിന്ന് വരുന്ന ചാർജുള്ള ഇലക്ട്രോണുകൾ മറ്റുള്ള ആറ്റങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് ഭൂമിയിലേക്ക് വരുന്ന ഒരു പ്രവാഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഗോളാവസ്ഥയിലുള്ള ആറ്റങ്ങൾ. അപ്പോൾ നിലവിലെ പഠനങ്ങളിൽ ന്യൂട്ടൺ പറയുന്നത് 2 മാസുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. അഥവാ എത്ര അകലത്തിലാണെങ്കിലും അനന്തതയിൽ നിന്നാണെങ്കിലും 2 മാസുകൾ അട്രാക്ട് ചെയ്യുന്നു. ഒരു തെളിവുമില്ല, ഒരു പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്ത, തെളിയിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഐൻസ്റ്റീന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലകാല സമയത്തിന്റെ വക്രത, സ്പേസ് ടൈം കർവേച്ചർ, അതിലേക്ക് വസ്തുക്കൾ വെറുതെ വീഴുന്നു, ഫാളിംഗ് എന്നാണ് പറയുന്നത്. ന്യൂട്ടൺ പക്ഷേ അവിടെ ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ ഭാരത്തിന് കാരണം ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീന് ഫോഴ്സ് ആണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഫോഴ്സിന്റെ നിർവചനം വരുന്നത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കറക്കാനുള്ള കഴിവ്, ശേഷി, ബലം. ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിന്റെ ചലനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിന്റെ ഗതി മാറ്റുകയോ ഗതിവിധികളെ നിയന്ത്രിക്കുകയോ അതിന്റെ ചലനത്തിന്റെ എന്തെങ്കിലും ഘടകത്തിൽ സ്വാധീനം ചെലുത്താനോ കഴിയുന്ന ഒരു ബലമാണ് ഫോഴ്സ് എന്ന് വ്യക്തമായി മനസ്സിലായിരിക്കെ ഒരു വസ്തു ഭൂമിയിലേക്ക് ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ ഫോഴ്സ് ആയിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ആ ഫോഴ്സ് നിർവചിക്കാൻ ഐൻസ്റ്റീന് കഴിഞ്ഞിട്ടില്ല, ഐൻസ്റ്റീന്റെ തിയറിക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ന്യൂട്ടനെ ആ കാര്യത്തിൽ അംഗീകരിക്കുന്നു, ഫോഴ്സാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ പറയുന്ന ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, സാധാരണ കാന്തം അതിലെ ഇലക്ട്രോണുകൾ, ഇപ്പോൾ ഫെറോ മാഗ്നറ്റിക് മൂലങ്ങളിലൊക്കെ ഇലക്ട്രോൺ പെയർ ചെയ്യാത്തൊരു ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം 2 ധ്രുവങ്ങളിലേക്കായിട്ട് ക്രമീകരിക്കപ്പെടുകയും ആ ക്രമീകരണത്തിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ചെയ്യുക. ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്ന ഗ്രാവിറ്റിയിൽ ഒരു പരസ്പരം ലയിക്കാത്ത 2 മൂലകങ്ങൾ, അതും ദ്രാവകവാതകങ്ങൾ. ദ്രാവകവാതകങ്ങൾക്കുള്ള പ്രത്യേകത അവയുടെ ഘടകങ്ങൾ തമ്മിൽ, ആറ്റങ്ങൾ തമ്മിൽ, തന്മാത്രകൾ തമ്മിൽ ചലനമുണ്ട് എന്നുള്ളതാണ്. ഖരാവസ്ഥകൾക്ക് ചലനമില്ല. ഓക്കെ, അതുകൊണ്ട് അവർക്കൊരു നിശ്ചിത രൂപമുണ്ട്. ഈ നിശ്ചിത രൂപമില്ലാത്ത ആറ്റങ്ങൾക്ക്, ഘടകങ്ങൾക്ക് ചലനമുള്ള ദ്രാവകവാതകങ്ങൾ ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെടുമ്പോൾ അകപ്പെട്ടത് ഗോളാകൃതി പ്രാപിക്കുന്നു എന്നാണ് നമ്മളുടെ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ഗോളത്തിൽ പ്രവേശിച്ച വസ്തുവിന്റെ ചലനമാണ്. അപ്പൊ ഈ ഗോളം എന്താകും? ഒരു ഗോളാകൃതിയിലുള്ള ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഗോളാകൃതിയിലുള്ള കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വസ്തുവിന്മേൽ ചെലുത്തപ്പെടുന്നത് ഇവിടെ ഗോളമാണ്, അഥവാ വായുവാണ്.
അപ്പോൾ ഭൂമിയിലേക്ക് വസ്തുക്കളെ ചലിപ്പിക്കുന്ന ഘടകം വായു ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഗ്രാവിറ്റി ഒരു വീക്ക് ഫോഴ്സ് ആയിട്ടൊക്കെ അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ ഫോഴ്സ് ചെയ്യുന്ന ഘടകം വായുവാണ്, ആ വായുവിന് തന്നെ ചലനമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ കാന്തത്തിൽ ഒട്ടിപ്പിടിച്ചതുപോലെ പറിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഖുർആനിലെ ഒരു വചനം കണ്ടപ്പോൾ എൻ്റെ എല്ലാ അഹങ്കാരം പോയി. കാരണം 1400 കൊല്ലം മുന്നേ ഇറങ്ങിയ ഖുർആനിൽ വസ്സമാഇ റഫഅഹാ വവദഅൽ മീസാൻ അല്ലാ തത്വഉ ഫിൽ മീസാൻ വഖീമിൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ എന്ന വരികൾ ഞാൻ ഈയിടെയാണ് ശ്രദ്ധിക്കുന്നത്. ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും കാലം മുന്നേ തന്നെ ഈ ആകാശം ഉയർത്തപ്പെടുകയും അതിൽ തുലാസ് സ്ഥാപിക്കുകയും അഥവാ ഭാരത്തിന് നിങ്ങൾ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അത് തികച്ചും ഭാരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ഈ സംഗതി ഖുർആനിൽ 1400 കൊല്ലം മുന്നേ വന്നു എന്ന് പറഞ്ഞാൽ തികച്ചും അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഈ വർഷം 2024 ഇൻഷാ അല്ലാഹ് ഈ വർഷം തന്നെ ഞാൻ എൻ്റെ തിയറി ഒരു ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പിന്നെ തുടർന്ന് വരുന്ന എന്താ പറയാ, ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, ആകർഷണം മാത്രമേ നിലവിലെ തിയറികളിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളൂ. ആകർഷണത്തിനൊത്ത വികർഷണവും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സർ ഐസക് ന്യൂട്ടന്റെ ആകർഷണം എന്ന കോൺസെപ്റ്റിൽ നിന്ന് അതിനെ ഒരു അടിത്തറ ആയിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഏകദേശം 1000-ഓളം സിദ്ധാന്തങ്ങൾ മാറ്റി എഴുതേണ്ടി വരും എൻ്റെ തിയറി വരുമ്പോൾ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ആദ്യം തിയറിയാണ് പഠിച്ചത്, എന്നിട്ടാണ് ഞാൻ നിലവിലെ ശാസ്ത്രം പഠിക്കുന്നത്. നിലവിലെ ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് എന്നെ പോലെ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആലോചിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഉത്തരങ്ങളിൽ നിന്ന് നിലവിലെ പഠനം എന്താ പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശാസ്ത്രം പഠിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, 1000-ഓളം നിലവിലെ തിയറികളിൽ മാറ്റം വരേണ്ടി വരും എൻ്റെ തിയറിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ ഒരു പരിഹാസപാത്രകനാകാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതിനെ എനിക്ക് തെളിയിക്കാൻ, എക്സ്പെരിമെൻ്റലി തെളിയിക്കാൻ എൻ്റെ മുന്നിൽ സാഹചര്യങ്ങളുണ്ട്. ഒരു ഗോളം ഒരു വസ്തുവിൻ്റെ മേൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, നിലവിലെ പഠനങ്ങളെ പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സർഫേസ് ടെൻഷന്, അഡീഷൻ, കൊഹീഷൻ, ഈ ബലങ്ങളിലൊക്കെ ആകർഷണം വികർഷണം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് ഒരു ഗ്രാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിൽ രൂപപ്പെട്ട ദ്രാവകവാതകങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന ഒരു ഗോളരൂപത്തിലുള്ള കാന്തിക മണ്ഡലം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അത്തരം ഒരു കാന്തിക മണ്ഡലത്തിൽ പ്രവേശിക്കുന്ന ഒരു വസ്തുവിന്റെ മോഷൻ അഥവാ അതിന്റെ കേന്ദ്രത്തിലേക്കുള്ള ചലനം നിലവിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ശാസ്ത്രീയമായിട്ട് തന്നെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കഥാപ്രസംഗം പറഞ്ഞ വരുന്ന വിഷയമല്ലല്ലോ. അപ്പൊ അതിന് എന്നെ സഹായിക്കാൻ കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ 2024 തന്നെ ഞാനത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സഹകരിക്കുന്നവർക്കും ഇത് ചർച്ചയാക്കാൻ ഒരു വേദികൾ തരുന്നവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇത് എന്നെ കൂടുതൽ ഊർജം നൽകുന്നു, കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ നല്ല ഉത്തരങ്ങൾ കണ്ടെത്താനും ഇനിയും എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ വിഷയം പൊതുജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.